ഒരു മനുഷ്യനെ തൻ്റെ സ്വാർത്ഥതയ്ക്കും ക്രൂരതയ്ക്കും വേണ്ടി എത്രത്തോളം അധപ്പതിക്കാൻ കഴിയും? സ്വന്തം ഭർത്താവിന്റെ തണുത്തുറഞ്ഞ ശരീരത്തിന്റെ അടുത്ത് നിന്ന് സ്വന്തം കാമുകനോടൊപ്പം സമയം ചെലവഴിച്ച ഒരു യുവതി. കേട്ടാൽ അറപ്പ് തോന്നുന്ന ഏതൊരു മനുഷ്യന്റെയും നട്ടെല്ലിന് ഭയം കോരിയിടുന്ന സത്യസന്ധമായ ഒരു ക്രൈം സ്റ്റോറി. മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്ത് ഒരു ചെറിയ വെള്ളത്തുള്ളി. ഒരു പക്ഷേ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇത് വെറും ഒരു സാധാരണ ഹൃദയാഘാത മരണമായി എല്ലാവരും കണക്ക് കൂട്ടുമായിരുന്നു. എന്നാൽ ആ വെള്ളത്തുള്ളി എന്താണ് എന്നന്വേഷിച്ച് അതിനു പുറമെ പോയ പോലീസ് കണ്ടെത്തിയത് മനുഷ്യ മനസ്സുകളെ മരവിപ്പിക്കുന്ന അതിക്രൂരതയുടെ കഥയായിരുന്നു. കേൾക്കുന്നവരുടെ ഉള്ളിലേക്കുന്ന ഈ കഥയുടെ ഓരോ ഭാഗങ്ങളിലും നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നത് സസ്പെൻസുകളാണ്. വെൽക്കം ടു ക്രൈം സ്റ്റോറി മലയാളം. ജനുവരി 18 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള ചിലവൂർ എന്ന് പറയുന്ന അതിമനോഹരമായ ഗ്രാമം. ഈ ഗ്രാമത്തിലാണ് 45-കാരനായ ശിവനാഗരാജുവും അതേപോലെ 35 വയസ്സുകാരിയായ ലക്ഷ്മി മധുരിയും അതേപോലെ തന്നെ അവരുടെ 2 പിഞ്ചു കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നത്. അന്ന് അതിരാവിലെ നാട്ടുകാരും ബന്ധുക്കളും ഞെട്ടി ഉണർന്നത് ലക്ഷ്മിയുടെ കരച്ചിൽ കേട്ടിട്ടായിരുന്നു. ലക്ഷ്മി ഉറക്കെ കരയുകയാണ്. അയ്യോ, എന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്റെ ഭർത്താവിന്റെ ശരീരമാകെ തണുത്തുറഞ്ഞു കിടക്കുന്നു, എല്ലാവരും ഒന്ന് പെട്ടെന്ന് ഓടി വരൂ. എല്ലാവരും ആ സംഭവ സ്ഥലത്തേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ കൂടിയ നാട്ടുകാരും ബന്ധുക്കളും കണ്ടത് ശരീരം തണുത്തുറഞ്ഞ നിലയിൽ ശിവനാഗരാജു അവിടെ വീണ് കിടക്കുന്നതാണ്. തലേ ദിവസം രാത്രി വീട്ടിൽ തന്നെ വെച്ചുണ്ടാക്കി കഴിച്ച മട്ടൻ ബിരിയാണിയും അതേപോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയ കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു പക്ഷേ ഇത് കാരണം പെട്ടെന്നൊരു ഹൃദയാഘാതം സംഭവിച്ചതാകാമെന്നാണ് അപ്പോൾ അവിടെയുള്ള ആളുകളെല്ലാം കരുതിയത്. 2 പിഞ്ചു കുട്ടികൾ ഇവർക്കുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതിലൊരു കുട്ടിക്ക് 6 വയസ്സും ഒരു കുട്ടിക്ക് 4 വയസ്സുമായിരുന്നു പ്രായം. ലക്ഷ്മിയുടെ തലതല്ലിയുള്ള കരച്ചിലും ഈ കുഞ്ഞുങ്ങളുടെ നിലവിളിയും കാരണം അവിടെ കൂടിയ നാട്ടുകാരുടെ എല്ലാം നെഞ്ചു പിടഞ്ഞു. അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി ഏകദേശം 4 മണിയോട് കൂടി ബന്ധുക്കൾ എല്ലാവരും എത്തി. അങ്ങനെ പിന്നീട് ബന്ധുക്കൾ എല്ലാവരും കണ്ടു കഴിഞ്ഞപ്പോൾ കുളിപ്പിക്കാൻ വേണ്ടി മൃതദേഹം പുഴക്കരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇവിടെ വെച്ചാണ് ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നത്. കുളിക്കടവിൽ വെച്ച് എന്തായിരിക്കാം സംഭവിച്ചിട്ടുണ്ടാവുക? ശിവനാഗരാജുവിനെ മൃതദേഹം കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് പരിചിതമല്ലാത്ത രീതിയിലുള്ള ഒരു വെളുത്ത ദ്രാവകം, അതിന്റെ ഒരു അംശം കണ്ടുകിട്ടാണ്. ഇത് എന്താണെന്ന് അവർ സൂക്ഷിച്ച് തൊട്ടു നോക്കി. പിന്നീട് അതെടുത്തൊന്ന് മണത്ത് നോക്കി. തീർത്തും അപരിചിതമായ ഒരു മണമായിരുന്നു ആ ദ്രാവകത്തിനുണ്ടായിരുന്നത്. പിന്നീട് അവർ എല്ലാവരും കൂടി ഇത് പരിശോധിച്ച് ഒരു നിഗമനത്തിലെത്തുകയാണ്. ഇതൊരു പക്ഷേ ഒരു ലൂബ്രിക്കേഷൻ ലിക്വിഡ് ആയിരിക്കാം. ഒരു മരണ വീട്ടിൽ വെച്ച് ഇത്തരം ഒരു അശ്ലീല കാര്യം പറയുന്നതിൽ നാട്ടുകാർക്കും ബന്ധുക്കാർക്കും ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും സംശയം തീർക്കേണ്ടത് അനിവാര്യമായ സാഹചര്യമായതുകൊണ്ട് തന്നെ നാട്ടുകാർ ഉടനെ തൊട്ടടുത്ത മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഒരു കോണ്ടം കൂടി മേടിക്കുകയാണ്. എന്നിട്ട് അതിന്റെ സ്മെല്ലും ഈ ദ്രാവകത്തിന്റെ സ്മെല്ലും കൂടി ഒന്ന് ഒത്തുനോക്കുന്നു. ഇങ്ങനെ ഒത്തുനോക്കുന്ന സമയത്ത് ഇത് രണ്ടും സെയിം ആണെന്നുള്ളത് നാട്ടുകാർക്ക് ബോധ്യം വരികയാണ്. ഉടനെ തന്നെ അവരെല്ലാവരും പാനിക് ആവുകയാണ്. സംസ്കാര ചടങ്ങുകൾ അവിടെ വെച്ച് അവസാനിപ്പിച്ച് അവരുടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. സംഭവ സ്ഥലത്തെത്തിയ പോലീസ് മൃതദേഹം വളരെ കറക്റ്റായിട്ട് പരിശോധിക്കുകയാണ്. ഇങ്ങനെ പരിശോധിച്ച സമയത്ത് പോലീസ് ചില കാര്യങ്ങൾ ഫൈൻഡ് ചെയ്യാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചത്ത് രക്തം കട്ട പിടിച്ച പാടുകളുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെവിയിൽ നിന്ന് രക്തം വാർന്നു പോയ പാടുകളുമുണ്ട്. ഇത് രണ്ടും കൂടെ കണ്ട പോലീസ് ഏകദേശം കാര്യങ്ങൾ അനുമാനിക്കുകയാണ്. ഇത് വെറും ഒരു ഹൃദയാഘാതമല്ല, മറിച്ച് ഇതൊരു കൊലപാതകമാകാനുള്ള ചാൻസ് ആണ് ഏറ്റവും കൂടുതൽ. പോലീസ് രണ്ടും കൽപ്പിച്ച് മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് അവിടെ നാടകീയമായിട്ടുള്ള ചില രംഗങ്ങൾ ഇറങ്ങിയിരുന്നു. ഭാര്യ ലക്ഷ്മിയെ മുൻപിലേക്ക് എടുത്ത് ചാടി പോലീസിനോട് പറയാണ്, സാർ, ദയവ് ചെയ്ത് എൻ്റെ ഭർത്താവിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കൊണ്ടുപോകരുത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് മുക്തി കിട്ടിക്കോട്ടെ. അദ്ദേഹത്തിൻ്റെ ശരീരം മുറിച്ച് കീറുകയാണെങ്കിൽ അദ്ദേഹത്തിന് മുക്തി കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ പോലീസ് അതിനൊന്നും വകവെക്കാതെ മൃതദേഹം കൊണ്ടുപോകുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ അവിടെ സംഭവിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം ശ്വാസം മുട്ടിയായിരുന്നു സംഭവിച്ചിട്ടുള്ളത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വാരിയെല്ലുകൾ നുറങ്ങി ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിന്റെ മുഖത്ത് കണ്ട ആ വെളുത്ത തുള്ളി ഒരു കോണ്ടത്തിലെ ലൂബ്രിക്കേഷൻ തന്നെയായിരുന്നു. ഇതോടെ ലക്ഷ്മിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് തീരുമാനിക്കുകയാണ്. ലക്ഷ്മിയെ പോലീസിന്റെ 7ാം മുറ അടക്കമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു.
ഈ ചോദ്യം ചെയ്യലിൽ ലക്ഷ്മി ആദ്യം നോർമൽ ചോദ്യം ചെയ്യലിൽ കാര്യങ്ങൾ പറയാൻ പഠിച്ചിരുന്ന ലക്ഷ്മി പിന്നീട് പോലീസിൻ്റെതായിട്ടുള്ള സകല മുറകളും പുറത്തെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്ത് സത്യങ്ങൾ ഓരോന്നോരോന്നായി പറഞ്ഞു തുടങ്ങി. 2017 കാലഘട്ടത്തിലാണ് ശിവനാഗരാജുവിന്റെയും ലക്ഷ്മിയുടെയും കല്യാണം നടക്കുന്നത്. ആ സമയത്തിന് അദ്ദേഹത്തിന് ഉള്ളി വ്യാപാരമായിരുന്നു, അദ്ദേഹത്തിന് മൊത്ത കച്ചവടം ഉണ്ടായിരുന്നു. ഏകദേശം 4 മുതൽ 5 ലക്ഷം രൂപ വരെ വരുമാനം കിട്ടുന്ന ബിസിനസ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും ജീവിതം വളരെ സന്തോഷപൂർവ്വമായിരുന്നു. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി വലുതായ സമയത്ത് വിജയവാഡയിലുള്ള ഒരു തിയേറ്ററിൽ ടിക്കറ്റ് കീറുന്ന ജോലിക്ക് ഭാര്യ ലക്ഷ്മി പ്രവേശിക്കുകയാണ്. അവിടെ വെച്ചാണ് ഗോപി എന്ന് പറയുന്ന 30 വയസ്സുകാരനുമായി ലക്ഷ്മി ചെറിയ ഒരു ഇടപാട് തുടങ്ങുന്നത്. ഇവർ പിന്നീട് പരസ്പരം പ്രണയത്തിലാവുന്നു. വില കൂടിയ വസ്ത്രങ്ങളും അതേപോലെ തന്നെ ചെരുപ്പുകളും കുറെ പണവും ഒക്കെ നൽകിയിട്ട് ലക്ഷ്മിയെ ഇയാള് മെല്ലെ മെല്ലെ പാട്ടിലാക്കുകയാണ്. പിന്നീട് സ്വാഭാവികമായും ഭർത്താവിന്റെ സാന്നിധ്യം ഈ സ്ത്രീ നിഷേധിക്കാൻ തുടങ്ങി. തന്നെ ഭർത്താവിന് ഉള്ളിയുടെ മണമാണെന്നും അതുകൊണ്ട് തന്നെ എനിക്ക് ഇയാളെ ഇഷ്ടമല്ലെന്നും എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഭാര്യ ലക്ഷ്മി ഇയാളെ ഇവളിൽ നിന്നും അകറ്റുവാൻ തുടങ്ങി. പിന്നീട് നാഗരാജു തന്റെ 1.5 ലക്ഷം രൂപ വരുമാനമുണ്ടായിരുന്ന ഈ ബിസിനസ് തന്റെ ഭാര്യയുടെ ഈ പരാതിയെ തുടർന്ന് ഉപേക്ഷിക്കുകയാണ്. തുടർന്ന് ലക്ഷ്മിയുടെയും ഗോപിയുടെയും പദ്ധതി പ്രകാരം ഇദ്ദേഹത്തിന് ഗോപിയുടെ ട്രാവൽസിൽ ഒരു ഡ്രൈവർ വേക്കൻസി വാങ്ങി നൽകുകയാണ്. പിന്നീട് ഭർത്താവ് ദൂരെ ജോലിക്ക് പോകുന്ന സമയത്ത് തന്റെ സ്വന്തം മക്കളുടെ വീട്ടിലേക്ക് അവിഹിത ബന്ധം തുടരാൻ വേണ്ടി ഗോപി ലക്ഷ്മിയെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു വരുത്തുമായിരുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷം അപരിചിതമായ ഒരു ദിവസത്തിൽ നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ യാത്രയ്ക്കിടയിൽ ശിവനാഗരാജുവിനോട് ഒരു കാര്യം പറയാണ്. നാഗരാജു, നിങ്ങളുടെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ആരോ രാത്രികാലങ്ങളിൽ വന്നു പോകുന്നുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കേട്ട നാഗരാജുവിന് എന്തോ ഒരു പന്തികേട് തോന്നുകയാണ്. അയാള് ലീവിന് നാട്ടിൽ വന്ന സമയത്ത് തൻ്റെ ഭാര്യയെ നിരീക്ഷിക്കാൻ തുടങ്ങി. അയാൾക്ക് തൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ എന്തൊക്കെയോ ഭാവഭേദങ്ങൾ വന്നതുപോലെ, എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നതുപോലെ ഫീൽ ചെയ്യാണ്. അയാൾ ഉടനെ തന്നെ ആ ട്രാവൽസിലുള്ള ജോലി ഉപേക്ഷിക്കുകയാണ്. എന്നിട്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇനി ആ ജോലിക്ക് വേണ്ടി പോകുന്നില്ല, ഞാൻ ഈ നാട്ടിൽ തന്നെ നിൽക്കും, എനിക്കിഷ്ടപ്പെട്ട ജോലി ചെയ്യുകയും ചെയ്യും. ഇവിടെ വെച്ചാണ് നമ്മുടെ ഈ കഥയിലെ അടുത്ത ട്വിസ്റ്റ് ആരംഭിക്കുന്നത്. ഗോപിയുടെയും ലക്ഷ്മിയുടെയും സ്വപ്നങ്ങൾ ഇവിടെ വെച്ച് പൊലിയാണ്. ഇയാൾ ജീവിച്ചിരുന്നാൽ ഇനി ഇവർക്കൊരിക്കലും തമ്മിൽ കാണാനോ ഇവരുടെ അവിഹിത ബന്ധം തുടർന്നു പോകാനോ സാധിക്കില്ല എന്നുള്ള നഗ്നസത്യം ഇവർ മനസ്സിലാക്കുകയാണ്. പിന്നീട് ഇവരെ വകവരുത്താനുള്ള പ്ലാൻ ഇവർ തയ്യാറാക്കുകയാണ്. മാസ്റ്റർ പ്ലാൻ പ്രകാരം ഒരു ദിവസം രാത്രി നാഗരാജു ജോലി കഴിഞ്ഞു വന്നു. ഈ സമയം തന്നെ അയാൾക്ക് ഇഷ്ടമുള്ള മട്ടൻ ബിരിയാണി അവിടെ ഭാര്യ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മട്ടൻ ബിരിയാണിയിൽ പിള്ളേർക്ക് കൊടുക്കാനുള്ളത് ഒഴിച്ചാൽ ഏകദേശം 20 ഉറക്ക ഗുളികയുടെ ഡോസ് ആ മട്ടൻ ബിരിയാണിയിൽ സ്വന്തം ഭാര്യ ഭർത്താവിന് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇയാൾ അർദ്ധരാത്രിയായ സമയത്ത് നല്ല ഉറക്കമാണ്. നോർമലി ജോലി ചെയ്തു വരുന്ന മനുഷ്യർക്ക് നല്ല ക്ഷീണമുണ്ടാവും, നന്നായിട്ട് ഉറങ്ങുകയും ചെയ്യും. രാത്രികാലമാണ്. മാത്രമല്ല 20 ഗുളികയുടെ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ ആ ഉറങ്ങിയ ഉറക്കത്തിൽ ഒരു പക്ഷേ മരിച്ചു പോകാനുള്ള സാധ്യത വരെ വളരെ കൂടുതലാണ്. അങ്ങനെ ഭർത്താവ് രാത്രി ഉറങ്ങുന്നു. അഗാധമായ ഉറക്കത്തിൽ ഇവരുടെ പ്ലാൻ പ്രകാരം വഴിയിൽ ഒരു കാട്ടുപൊന്തയിൽ ഒളിച്ചിരുന്ന ഗോപി നേരെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് ഉറങ്ങിക്കിടന്നിരുന്ന ഇയാളുടെ നെഞ്ചത്തേക്ക് തൻ്റെ 2 കാലും എടുത്തു വെച്ച് ശക്തമായി അമർത്തുകയാണ്. ഇവിടെയാണ് നമ്മൾ കണ്ടത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ രക്തക്കട്ട പിടിച്ച പാടും അതേപോലെ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ വാരിയെല്ലുകൾ തറഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മളന്ന് പറഞ്ഞല്ലോ. അത് ഇങ്ങനെയാണ്. ഇദ്ദേഹത്തിന്റെ നെഞ്ചത്ത് ഈ ക്രൂരനായ കൊലപാതകി കയറിയിരുന്നുകൊണ്ട് ശക്തമായി അമർത്തുകയാണ്. പിന്നീട് ഇദ്ദേഹം ശ്വസിക്കാതിരിക്കാൻ വേണ്ടി, ഇദ്ദേഹത്തിന്റെ ജീവൻ ശരീരത്തിൽ നിന്നും വേർപെടുത്താൻ വേണ്ടി സ്വന്തം ഭാര്യ തലേനെടുത്ത് ഇയാളുടെ മുഖത്ത് വെച്ച് ശക്തമായി അമർത്തുന്നു. ശ്വാസം കിട്ടാതെ ജീവന് വേണ്ടി നാഗരാജു കിടന്ന് പിടയുകയാണ്. ഈ സമയത്ത് ഇയാൾ ഉള്ള ജീവൻ വെച്ചുകൊണ്ട് ഇയാളുടെ ജീവൻ തിരിച്ചു പിടിക്കാൻ വേണ്ടി ആരാണോ തൻ്റെ മുഖത്തേക്ക് ശക്തമായി അമർത്തുന്നത് അയാളെ നോക്കി തൻ്റെ നഖം കൊണ്ട് ആഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഗോപിയുടെ കാലിലാണ് പിടുത്തം കിട്ടുന്നത്. ഗോപിയുടെ കാലിൽ ഇയാൾ നഖം കൊണ്ട് ഇങ്ങനെ ശക്തമായി വലിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗോപി സകലമാന ശക്തിയും സംഭരിച്ചുകൊണ്ട് ഇയാളെ നെഞ്ചിലേക്ക് ആഞ്ഞടിച്ചു. ഈ അടിച്ച അടിയിൽ ബാക്കിയുള്ള വാരിയലുകൾ കൂടി ഒടിഞ്ഞ് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് തറഞ്ഞു കയറുകയാണ്. ഇതോടുകൂടി അദ്ദേഹത്തിന്റെ ശരീരം വിട്ട് ആ ജീവൻ എന്നേക്കുമായി അദ്ദേഹത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല ആ ക്രൂരത. സ്വന്തം ഭർത്താവിനെ കൊന്ന് ആ ഭർത്താവിനെ മൃതദേഹത്തിന്റെ അടുത്ത് വെച്ച് പരസ്പരം ബന്ധപ്പെടാൻ, തന്റെ അവിഹിത ബന്ധം അവിടെ നിന്ന് തുടങ്ങാൻ ആ ഭാര്യയും ആ രഹസ്യ കാമുകനും കൂടി അവിടെ വെച്ച് തീരുമാനിക്കുകയാണ്. കയ്യിലുണ്ടായിരുന്ന കോണ്ടം എടുത്ത് അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി തയ്യാറാവുന്നു. ഈ സമയത്ത് കാമുകനായ ഗോപി ആ കോണ്ടം എടുത്ത് മരിച്ചു കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് വെച്ചു കൊടുത്തിട്ട് പറയുകയാണ്, ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. അത്രമാത്രം അടങ്ങാത്ത ക്രൂരത.
തണുത്തുറഞ്ഞ ആ ശരീരത്തിനെ അടുത്തു വെച്ച് പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഇവർ ഏർപ്പെടാൻ തുടങ്ങി. മാത്രമല്ല, ഏകദേശം 5 മണിയാകുന്നത് വരെ മൊബൈൽ ഫോണിൽ പോൺ വീഡിയോകൾ കണ്ടുകൊണ്ട് ഇവർ പരസ്പരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. തുടർന്ന് ഏകദേശം 5 മണിയാകുന്ന സമയത്ത് ഗോപി അവിടെ നിന്നും തടിയൂരി. പിന്നീട് ഒന്നും അറിയാത്ത രീതിയിൽ ലക്ഷ്മി പുറത്തിറങ്ങി നിലവിളിച്ചുകൊണ്ട് ആളെ വിളിച്ചുകൂട്ടി. ഇതായിരുന്നു അന്ന് ആ വീട്ടിൽ സംഭവിച്ചത്. ആ ഭർത്താവ് ആ ഭാര്യയെ എത്രത്തോളം ആഘാതമായി സ്നേഹിച്ചു. പക്ഷേ പെട്ടെന്നൊരു ദിവസം കണ്ടുമുട്ടിയ ആളെ വിശ്വസിക്കാനും അതുപോലെ തന്നെ അയാൾക്ക് അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാനും വേണ്ടി ഉപയോഗിച്ച സ്ത്രീ എത്രമാത്രം ക്രൂരയാണ്, ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. പോലീസിന്റെ സമയോചിതമായ ഇടപെടലുകളും അതേപോലെ തന്നെ ആ സുഹൃത്തുക്കളുടെ കറക്റ്റായ ജാഗ്രതയും കൊണ്ടാണ് ഈ ഒരു കേസ് ഇന്ന് തെളിയിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ 2 ക്രൂര കൊലപാതകികളും ഇന്ന് വധശിക്ഷ കാത്ത് ഇന്ന് ആ ജയിലിൽ കഴിയുന്നതും. ഈ ക്രൂര കൊലപാതകത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.